അത് 1 വർഷം പഴക്കമുള്ള വൈൻ. എല്ലാരും അങ്ങ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് 1 വർഷം പഴക്കമുണ്ട്. അതിന് മുന്നേ എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയത്തില്ല. സർപ്രൈസ് ആയിട്ടാണ് ആ കേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കേക്ക് നമ്മള് റെനീറ്റേക്ക് സർപ്രൈസ് ആയിട്ട് ഒരു കാർ കൊടുക്കാൻ പോവുകയാണ്. ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ടാണ്. ക്രിസ്മസ് ആയിട്ട് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. വേറൊരു സ്പെഷ്യൽ സാധനമുണ്ട്. റെന്റഡ് അത്രയുള്ള ഒരു കുപ്പി. ഇതിൽ വൈനാണ് ഗൈസ്, വൈൻ. നമ്മൾ വൈനും കൂടെ ഒഴിച്ചാണ് ഇത് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ വരും നമുക്ക് കണ്ടു നോക്കാം. അത് 1 വർഷം പഴക്കമുള്ള വൈൻ. എല്ലാരും അങ്ങ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് 1 വർഷം പഴക്കമുണ്ട്. അതിന് മുന്നേ എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയത്തില്ല. അതെ അതെ, എല്ലാരും കിണ്ടിക്കണം. കേക്ക് ആകുമോ ഇനി വേറെ വല്ലതും ആകുമോ? നമ്മളിന്ന് റെനീറ്റയ്ക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു കാർ എടുക്കാൻ വന്നേക്കുവാണ്. ഇപ്പോൾ കാറാണോ ജീപ്പാണോ എടുക്കുന്നതെന്നൊന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം എന്തായാലും എന്താണ് അവർക്ക് കംഫർട്ടായിട്ടിരിക്കുന്നതിന്. ക്രിസ്മസ് ഗിഫ്റ്റായിട്ടാണ് നമ്മൾ റെനീറ്റയ്ക്ക് കാർ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കേക്കിന് ടൈമായി, അതുകൊണ്ട് ഞങ്ങൾ കേക്ക് തുറന്ന് നോക്കാൻ പോവുകയാണ്. കേക്ക് ആയിട്ടുണ്ടോ വേറെ വല്ലതും ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. അതറിഞ്ഞൂടാ. നമ്മുടെ പ്ലം കേക്ക് റെഡിയായി ഗൈസ്. ഇതിന്റെ ബാക്കി നമുക്ക് കാണാം. നമുക്ക് ഇതില് നമുക്കൊരു സർപ്രൈസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. റെനീറ്റയുടെ അമ്മയ്ക്കാണ് അത് കൊടുക്കാൻ പോകുന്നത്. റെനീറ്റയ്ക്ക് ഒരു കുഞ്ഞു ബേബി കൂടെ അടുത്ത മാസം വരും. ആ കേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കേക്ക് നമ്മുടെ ഹാപ്പി സ്റ്റോറീസ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അടുത്ത മാസം ഹാപ്പി സ്റ്റോറീസ് പുതിയൊരു അംഗം കൂടെ വരും.
കണ്ടില്ലെങ്കിലും പക്ഷെ കൊള്ളാം. കേൾക്കാണ്ട് പറയുന്നില്ല, സംഭവം കൊള്ളാം. സംഭവം മുൻപിലായതുകൊണ്ട് കൊള്ളാന്ന് പറഞ്ഞാലേ വീഡിയോ എടുത്തിട്ട് ഇടിക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് കേൾക്കില്ലേ? അപ്പൊ ഇഷ്ടപ്പെടാത്തവരൊക്കെ പോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാത്തവർ ആര് കഴിക്കണം? ഞാൻ ഈ കേക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ ഇത് കൊണ്ടുപോകും. അപ്പൊ നമ്മള് മമ്മിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. നമുക്ക് പോയിട്ട് വരാം. ஒரு முறை என்ன பாரம்மா, கடவுளின் கண்கள் நீயம்மா. உன் போலம்மா யாரம்மா. விரல்களை பிடித்திடும் போது கிடைக்குதே பிரபஞ்சமே. தாயே உன் மடியில் இருந்தால் போதும் அம்மா. കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോ 2 പേര് വന്നിട്ടുണ്ട്. അത് ടേസ്റ്റ് ചെയ്യാൻ വന്നത്. വന്ന് കേറിയത് കേക്കണം. കേക്ക് എടുക്കുക. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. ആദ്യം നമ്മൾ കൊടുക്കാൻ പോകുന്നത്.